ഹായ് നമസ്കാരം. അങ്കമാലി ഡയറി ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വാഴ എന്ന സിനിമയുടെ അത്ഭുതകരമായ വിജയത്തെക്കുറിച്ചാണ്. 500% ചിത്രത്തിൻ്റെ പ്രോഫിറ്റ്. ഇപ്പോഴത്തെ അവസ്ഥയാണ് പറഞ്ഞത് കേട്ടോ. വെറും 10-11 ദിവസങ്ങൾ കൊണ്ടാണ് ഈ സിനിമ ഇത്ര വലിയൊരു നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയൊരു കാര്യമല്ല. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഈ സിനിമയ്ക്ക് കിട്ടുന്ന സ്വീകാര്യത. പലരും കണ്ടിട്ട് പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ചിലർ പറയുന്നത് സിനിമ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നവരെയും ഞാൻ കണ്ടു. ഏതായാലും ആ സിനിമ ഇപ്പോൾ ട്രെൻഡ് സെറ്ററാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തിയേറ്ററുകളിൽ ആളെ കൂട്ടുന്നു എന്നുള്ള കാര്യം വസ്തുതകളാണ്. അത് നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. ചിത്രത്തിന് വലിയൊരു ഓളം ഉണ്ടാക്കിയെടുക്കാൻ തിയേറ്ററുകളിൽ സാധിക്കുന്നുണ്ട്. തിയേറ്റർ അത് വലിയൊരു പ്രോഫിറ്റിലേക്ക് നീങ്ങുന്നൊരു കാഴ്ചയും കാണുന്നുണ്ട്. ഒരു സൂപ്പർ താര ചിത്രമോ അല്ലെങ്കിൽ ഒരു വലിയൊരു ഡയറക്ടർമാരുടെ സിനിമയൊന്നുമല്ല. ഒരു താരതമ്യേന പുതുമുഖമായിട്ടുള്ള ഒരു സംവിധായകൻ്റെ ചിത്രം. പേര് പോലും ഒരു പക്ഷേ നമ്മൾ ഓർത്തിരിക്കാൻ സാധ്യതയില്ലാത്ത അത്തരത്തിലുള്ള ഒരു പുതുമുഖ സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു സിനിമയാണ് ഇത്തരത്തിലുള്ള വലിയ വിജയം നേടുന്നത്. അതും ഹാഷിറിനെ പോലുള്ള നമുക്കറിയാം ഓൺലൈൻ മീഡിയകളിൽ വലിയ തരംഗം സൃഷ്ടിച്ച വീഡിയോ ക്രിയേറ്റേഴ്സിനിടയിൽ ഒരു താരം തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സിനിമയാണ് ഈ നിലയ്ക്ക് വലിയൊരു വിജയം നേടിയെടുക്കുന്നത്. കേവലം നമ്മൾ മമ്മൂക്കയോ മോഹൻലാലോ പോലുള്ള താരങ്ങൾ നേടിയെടുക്കുന്ന വലിയ റെക്കോർഡാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 3 തവണ 3 സിനിമകളാണ് ഇങ്ങനെ 8 കോടിയൊക്കെ റിലീസിന് ശേഷം ദിവസങ്ങൾ നേടിയെടുത്തിട്ടുള്ളത്. ആ റെക്കോർഡാണ് സിനിമ നേടിയത്. ആലോചിച്ച് നോക്കണം. അവിടെയുള്ളത് എമ്പുരാനും അതുപോലുള്ള സിനിമകളാണ്. കൂലി പോലുള്ള സിനിമകളോടാണ് അത് കിടപിടിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വലിയ വിജയ ചിത്രമായിട്ട് ആ സിനിമ മാറുകയാണ്. നമ്മളാരും പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് സിനിമയുടെ പോക്ക്. ഇപ്പോൾ ചിത്രത്തിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ 145 കോടിക്ക് മുകളിലാണ്. ഇന്നലത്തെ കണക്കാണ് കേട്ടോ. ഇന്ന് കൂടി കഴിയുമ്പോൾ ഏകദേശം ഒരു 150-160 കോടിക്ക് അടുത്തുള്ളൊരു തുക, 155 കോടിയെങ്കിലും ഈ സിനിമ ഇന്നത്തെ ദിവസം കഴിയുന്നതോടുകൂടി കളക്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഒരു പക്ഷേ 160 ചിത്രം നേടിയേക്കാം. കാരണം ഏകദേശം ഒരു 8 കോടിക്കടുത്തുള്ളൊരു തുക മുടക്ക് ദിവസങ്ങളിൽ ഈ സിനിമ നേടിയെടുക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. എങ്ങനെ നോക്കിയാലും ഈ സിനിമ ഒരു സർപ്രൈസ് മെഗാ ഹിറ്റിലേക്കാണ് പോകുന്നത്. ബ്ലോക്ക് ബസ്റ്റർ എന്നതിന് അപ്പുറത്തേക്കുള്ളൊരു ലെവലിലേക്കാണ് സിനിമ പോകുന്നത്. 500% പ്രോഫിറ്റ് പറയുന്നത് അത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ വിജയം. ഇപ്പോഴും ചിത്രത്തിന് വലിയ ഷോകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും എക്സ്ട്രാ ഷോകൾ നടക്കുന്നുണ്ട്. ഏതായാലും സിനിമ ഒരു വിജയ സിനിമയായി മാറിക്കഴിഞ്ഞു. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ കേട്ടോ. ഏതായാലും വാഴയുടെ മുന്നോട്ടുള്ള ആ ഒരു വലിയ പ്രയാണത്തിൽ നമ്മളാരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള റെക്കോർഡുകളാണ് സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ 200-250 കോടി രൂപയോളം ചിത്രം ഫൈനൽ റണ്ണിൽ ഈ സിനിമ നേടിയെടുക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതുവരെ ഒരു ഫ്രീ റണ്ണാണ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം അധികം സിനിമകളൊന്നും തന്നെ എതിരാളികളായിട്ട് ഇപ്പോൾ ഇല്ല. ഇനിയുള്ളത് മോഹിനിയാട്ടം എന്ന സിനിമയാണ്. ഇപ്പോൾ അതും തരംഗം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് ഉണ്ടാക്കുന്ന ആ വലിയ ഓളം തന്നെയായിരിക്കും ഈ സിനിമയുടെ കളക്ഷന് ഒരു വലിയൊരു ബദലായിട്ട് നിൽക്കാൻ സാധ്യത. എന്താകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും വാഴ നല്ലൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചു.